എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനം. കുറച്ചു നേരത്തേക്കല്ല നിങ്ങളുടെ ശ്രദ്ധയെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ജീവിതം എന്ന തിരക്കേറിയ യാത്രയിൽ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്ന യാത്രക്കാരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ഈ തിരക്കേറിയ യാത്രക്കിടയിൽ പലപ്പോഴും പല രോഗങ്ങളും നമുക്ക് പിടിപെടാറുണ്ട്. നമ്മുടെ വൈദ്യശാസ്ത്രത്തിൽ അതിന് തക്കതായ മരുന്നുകളും ഗുളികകളും വാക്സിനുകളും ഉണ്ട്. എന്നാൽ നമ്മുടെ ആത്മീയ മനുഷ്യനെ പറ്റിയും ആത്മീയ മനുഷ്യനെ പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളെ പറ്റിയും നാം ബോധവാന്മാരായിരിക്കുന്നത് ആരോഗ്യകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് ഉതകുമെന്ന് നമ്മുടെ ശ്രേഷ്ഠ വൈദ്യൻ, നല്ല വൈദ്യനായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. ഞങ്ങൾ നടത്തുന്ന ഈ പ്രോഗ്രാമിന്റെ പേര് ആത്മഫലങ്ങളാലുള്ള ചികിത്സ എന്നാണ്. അതിനായി ഞാൻ പരിചയപ്പെടുത്തുന്നത് വൈദ്യ ചികിത്സയിലും ആയുർവേദത്തിലും തന്റെ കൈപുണ്യം തെളിയിച്ച ഡോക്ടർ മിസിസ് അന്നമ്മ ചാണ്ടിയാണ്. മാം, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഈ ബിസി ഷെഡ്യൂളിലും ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനായി കടന്നു വന്നതിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നാം ഇന്നായിരിക്കുന്ന ഈ കാലഘട്ടത്തെ പഴയ കാലഘട്ടവുമായി താരതമ്യപ്പെടുത്തിയാൽ നല്ലൊരു ഭാഗം ആൾക്കാരും വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും എല്ലാവരും തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാനസിക ശാരീരിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ്. എന്നാൽ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. മാം, ഞാൻ ഈ അനുഭവിക്കുന്ന ഇതേ പ്രശ്നങ്ങൾ നേരിടുന്നവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഒരു പക്ഷേ അവർക്കും ഇത് പ്രയോജനകരമാകും. മാം, ആദ്യമായി എൻ്റെ ക്വസ്റ്റ്യൻ, എനിക്ക് എപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ കൈക്ക് ചെറുതായി വന്നെനിക്ക് പോലും ഭയങ്കര വേദനയാണ്. അതുപോലെ എൻ്റെ കാലിൻ്റെ മുട്ടിനും വേദന അനുഭവപ്പെടാറുണ്ട്. ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരാമോ? അതെ, നമുക്ക് ഒരു പരിധി വരെ ഇത് വ്യായാമത്തിലൂടെയും വേദന സംഹാരി അല്ലെങ്കിൽ പെയിൻ കില്ലർ ഇതിലൂടെയും പരിഹരിക്കാൻ സാധിക്കും. പെയിൻ കില്ലർ തുടർച്ചയായി കഴിച്ചാൽ കിഡ്നിയെ ഒരു വശത്തിൽ ബാധിച്ചാൽ അത് പിന്നത്തേതിൽ താങ്കൾക്ക് അത് പ്രശ്നമായി തീരും. അതുകൊണ്ട് നമുക്ക് ആയുർവേദത്തിൽ ഇതിന് നല്ല ഔഷധവും പുരട്ടുന്നതിനുള്ള ഔഷധ തൈലവും പുരട്ടുന്നതിനുള്ള മരുന്ന് കിട്ടും. ഇത് നന്നായി സേവിച്ചാൽ മാറാവുന്ന രോഗമേ ഉള്ളൂ. ഇതിൻ്റെ പേരാണ് പരോപകാര കഷായം. ഈ മരുന്ന് കഴിച്ച ശേഷം നമ്മുടെ ചുറ്റുപാടൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ലഭിക്കാവുന്നതേ ഉള്ളൂ. ഒരു കാര്യം പക്ഷേ കൃത്യമായി ചെയ്യണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വെറും വയറ്റിലെ കഴിക്കാവൂ. ഇത് എന്നും രാവിലെ വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ പ്രശ്നം ഒരു പരിധി വരെ കുറയുവാനായിട്ട് സാധിക്കും. കൂടുതലായിട്ട് എന്തെങ്കിലും താങ്കൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തിരുവചനത്തിൽ കണ്ടിട്ടുണ്ട്. മത്തായി എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. താങ്ക് യു ഡോക്ടർ. അടുത്തതായി എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമുണ്ട് ഡോക്ടർ. അത് ഹസ്ബൻഡിനോടായാലും കുഞ്ഞുങ്ങളോടായാലും എത്ര ശ്രമിച്ചിട്ട് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. എൻ്റെ BP ഒരു പക്ഷേ കൂടുതലാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഡോക്ടർ. ഈ പ്രശ്നം ഗുരുതരമാണോ? ഇതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ? ഓക്കെ, താങ്കളുടെ ഈ പ്രശ്നം താങ്കൾക്ക് മാത്രമല്ല ഉള്ളത്, മിക്ക പേരിലും കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഇത് പ്രത്യേകിച്ചും സ്ത്രീകളിൽ കൂടി വരും. അതിനായി ആഹാരമല്പം നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ രാവിലെയും വൈകിട്ടും ഞാൻ ഒരു ഗുളിക തരാം. അത് കഴിച്ചാൽ അതിൻ്റെ പേര് ഇന്ദ്രിയ ജയം എന്നാണ്. ഇത് രാവിലെ ആഹാരത്തിന് മുമ്പേ ഒരെണ്ണം കഴിക്കണം. താങ്കൾക്ക് എടുക്കാവുന്നതാണ്. ആഹാരത്തിന് മുമ്പ് ഒന്ന് കഴിക്കണം. അത് കിടക്കുന്നതിന് മുമ്പ് തന്നെ വൈകിട്ട് ഒരെണ്ണം കൂടി കഴിക്കണം. അതിൻ്റെ പേരാണ് ദീർഘക്ഷമ. ഇത് രണ്ടും മുടങ്ങാതെ കഴിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തിരുവചനത്തിൽ കാണുന്നു, സദൃശ്യവാക്യം 15:1 മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ നന്ദി ഡോക്ടർ. അതുപോലെ പിന്നാണെങ്കിൽ ഡോക്ടർ, എൻ്റെ കുഞ്ഞുങ്ങൾ നാട്ടിൽ പഠിക്കുക, അവരെ കുറിച്ചും അവരുടെ ഭാവി കാര്യങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഈ പ്രശ്നം നേരത്തെ തൊട്ടേ
ഉള്ളതാണ്. പക്ഷെ ഇപ്പൊ കുഞ്ഞുങ്ങൾ നാട്ടിൽ പോയപ്പോൾ അത് കൂടുതലായിട്ട് വർദ്ധിച്ചോ എനിക്കൊരു സംശയമുണ്ട്. ഇതിനെന്തെങ്കിലും പരിഹാരം ഒന്ന് പറഞ്ഞു തരാമോ ഡോക്ടർ? അത് കൊള്ളാം. അങ്ങനെ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? അവർ തീരെ ചെറിയ കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ. അതിനാണ് എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ, അവർ ദൂരെ, നമ്മളിൽ നിന്നും ദൂരെ പോയി കഴിഞ്ഞാൽ സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി ടൂറിന് മറ്റും പോവുക എന്നുള്ളത്. സാരമില്ല, കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പോയത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത്രയും ടെൻഷൻ തോന്നുന്നത്. ഞാനൊരു ബാൻഡ് അതിന് വേണ്ടി തരാം. അതെൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ പേര് സന്തോഷം എന്നാണ്. ഈ ബാൻഡ് എപ്പോഴും കയ്യിൽ കെട്ടണം. ഇത് വാട്ടർ പ്രൂഫാണ്. അതിൻ്റെ കൂടെ തന്നെ സമാധാനം എന്ന ഒരു ഷാമ്പു ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് തരാവുന്നതാണ്. അത് തണുത്ത വെള്ളത്തിൽ ഡെയിലി കുളിക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ടെൻഷനൊക്കെ മാറും. ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. 1 പത്രോസ് 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളിക്കും. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. പിന്നെ എനിക്ക് അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ, ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ചില സമയത്ത് നമ്മുടെ അയൽക്കാർക്കോ അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഒരു ഉയർച്ച വരുവാണെങ്കിൽ ഭയങ്കര അസൂയാണ്. എത്ര നിയന്ത്രിച്ചിട്ടും ഒരു രക്ഷയില്ല. ഇനിയും ഇത് വല്ല അസുഖത്തിന്റെ ലക്ഷണങ്ങളാണോ, പ്രാരംഭ ലക്ഷണങ്ങളാണോ എനിക്ക് അറിയത്തില്ല. അതിന്റെ കൂടെ തന്നെ കണ്ണുകടിയെ കുറിച്ച് കൂടുതലായിട്ടുണ്ട്. ഇതിന് ഡോക്ടറിന്റെ കയ്യിൽ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? തീർച്ചയായിട്ടും ഇത് സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രശ്നം, പ്രത്യേക തരം അസുഖമാണ്. പുരുഷന്മാരിലും ചെറുതായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ രോഗം മാത്രമാണ്. ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. പക്ഷേ ആയുർവേദത്തിൽ ചില പൊടിക്കൈയൊക്കെ ഉണ്ട്. അതൊന്ന് സേവിച്ച് നോക്കും. ഒരു പക്ഷേ താങ്കൾക്ക് ആശ്വാസമായേക്കാം. അതിനായി സ്നേഹം എന്ന ഒരു തുള്ളി മരുന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ തുള്ളി മരുന്ന് 3 നേരം 2 തുള്ളി വീതം 2 കണ്ണിൽ ഒഴിച്ച് 3 മുതൽ 5 മിനിറ്റ് വരെ കണ്ണടച്ചിരിക്കണം. അതിനുശേഷം കണ്ണ് തുറന്ന് നിങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് വളരെ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇത് ട്രൈ ചെയ്ത് നോക്കാം. താങ്കളുടെ എല്ലാ കണ്ണുകടിയും അസൂയയും മാറി കിട്ടും. ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമുണ്ടെങ്കിൽ 1 കൊരിന്ത്യർ 13:4 കാണുന്നുണ്ട്. സ്നേഹം ദീർഘമായി ക്ഷമിക്കും, ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. സ്നേഹം അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. ഓക്കെ, താങ്കൾ ഇതൊന്ന് റെഫർ ചെയ്തുകൂടെ നോക്കുക. വളരെ നന്ദി ഡോക്ടർ. പിന്നെന്താണ് ഡോക്ടർ, എനിക്ക് അടുത്തതായിട്ടുള്ള ഒരു പ്രശ്നം, നമ്മുടെ ചുറ്റിലും വിവിധമായ ആവശ്യങ്ങളുള്ള അനേകരുണ്ട്. ഞാൻ കഴിവതും അവരെ സഹായിക്കാറുണ്ട്. എന്നാൽ ചിലപ്പോൾ കണ്ടാൽ അത് കണ്ടില്ലെന്ന് നടിച്ചു പോകും. ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്ന അസുഖമാണ് ഡോക്ടർ? ഇതിന് എന്തെങ്കിലും പരിഹാരം ഡോക്ടറിന്റെ പക്കലുണ്ടോ? തീർച്ചയായും നമുക്ക് നോക്കാം. ആയുർവേദത്തിൽ പല അലോപ്പതി ഇല്ലാത്ത പല മരുന്നുകളും ആയുർവേദത്തിലും കിട്ടും. നമുക്ക് തീർച്ചയായും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. അപ്പോൾ തന്നെ ഒരാൾ നമ്മുടെ ഏതെങ്കിലും ആവശ്യഘട്ടങ്ങൾ വരുമ്പോൾ നമുക്ക് സഹായിയായിട്ട് ദൈവമായിരിക്കും. ഇത് വളരെ സിമ്പിളായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ തരുന്ന ഒരു പൊടി ഉണ്ടല്ലോ, അത് ഇതിന്റെ പേരാണ് ദയ എന്ന്. ഇത് ഒരു 100 ml ചെറു ചൂടുവെള്ളത്തിൽ കലക്കി രാവിലെ വൈകിട്ടും കുടിക്കുക. അപ്പോൾ താങ്കളുടെ പ്രശ്നം ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടുമെന്നാണ് എൻ്റെ നിഗമനം. ഇതിനെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ സദൃശ്യവാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവവചനത്തിൽ സദൃശ്യവാക്യങ്ങൾ 3:27 പറയുന്നു, നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായി തീർക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. സദൃശ്യവാക്യം 3:3 പറയുന്നു, വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്, അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഡോക്ടറിന് ബോറടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ചോദിക്കാം. എനിക്ക് ചിലപ്പോഴൊക്കെ ഒരു തോന്നൽ ഉണ്ടാകാറുണ്ട്, ഞാൻ വലിയ ആളാണ്. ചിലപ്പോൾ അറിയുന്ന ആൾക്കാരെ കണ്ടിയാലും അറിയാത്ത ഭാവത്തിൽ നടന്നു പോകും. കാരണം ഞാൻ എന്നൊരു ഭാവമായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നാറുണ്ട് ഇത് അക്യൂട്ട് സ്റ്റേജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കിട്ടിയാൽ ഒരു പക്ഷേ മാറിയേക്കാം. ഇത് ശരിയാണോ ഡോക്ടർ? എന്റെ ധാരണ ശരിയാണോ? ഡോക്ടർക്ക് എന്തെങ്കിലും ഇതിനെ പറ്റി ഉപദേശിക്കാനുണ്ടോ? താങ്കളുടെ ധാരണ ശരിയല്ല. ഇത് ശരിയായ ഒരു കാര്യമല്ല. നിങ്ങൾ വന്ന വഴികൾ ഇടയ്ക്കിടെ തനിയെ ഇരുന്ന് ചിന്തിക്കണം. ഒരിക്കലും മറന്നു കളയരുത്. അത് ദൈവത്തോട് ചെയ്യുന്ന നന്ദിയില്ലായ്മയാണ്. അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം.
ക്യൂർ ആകുന്ന ഒരു പക്ഷേ ഇത് ക്യൂർ ആകാൻ സാധ്യതയുണ്ട്. അതിലൊരു ഈസി ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞു തരാം. ഒരു ഇൻഹേലറാണ്, അതിന്റെ പേര് സൗമ്യത. ഇത് എപ്പോഴും പേഴ്സിലോ പോക്കറ്റിലോ ഇട്ടാൽ മതി. 3 നേരം ഇൻഹേൽ ചെയ്യണം. എല്ലാ പ്രോബ്ലവും മാറി കിട്ടും. എപ്പോൾ വേണമെങ്കിലും താങ്കൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഞാനൊരു റെഫറൻസ് തരാം. അത് ദൈവവചനത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 29 കാണുന്ന പോലെ, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ നുക വേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. ഓക്കെ, അവസാനമായി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ കൂട്ടുകാരെയോ ബന്ധുക്കളെയോ അല്ലെങ്കിൽ ചർച്ചയിലുള്ളവരെ എന്തെങ്കിലും ചോദിച്ചാൽ ചെറിയ കള്ളം പറയാം. വലിയ കള്ളമൊന്നുമല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുവൈത്തിൽ പോവുകയാണെന്ന് ചോദിച്ചാൽ പറയല്ല, സാൽമയായിട്ട് പോവുകയാണ്. ഇങ്ങനെ പല പ്രാവശ്യം തിരുത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതും എനിക്ക് ഒരു രക്ഷയില്ല തിരുത്താനായിട്ട്. അതിനെന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ ഡോക്ടറിന്? താങ്കളുടെ ഈ പ്രശ്നം ഇത് കേട്ടിട്ട് ഒരു തുടക്ക സ്റ്റേജ് മാത്രമാണെന്ന് തോന്നുന്നു. നിങ്ങൾ എല്ലാവരോടും സത്യസന്ധരായിരിക്കണം. നമ്മുടെ വ്യക്തിത്വം തന്നെ നിലനിൽക്കുന്നത് ഈ സത്യസന്ധതയിലാണ്. നമ്മൾ എങ്ങനെ മറ്റുള്ളവർ സത്യസന്ധമായി പെരുമാറുന്നു എന്നതിനാലാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഒരു ക്യാൻഡി താങ്കൾക്ക് തരാം. അതിന്റെ പേരാണ് വിശ്വസ്തത. ഡയബറ്റിക് ഉള്ളവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. അത് ഷുഗർ ഫ്രീ ക്യാൻഡിയാണ്. അത് എൻ്റെ കയ്യിലുള്ള ഇതിന് പ്രത്യേകിച്ച് ടൈം ഒന്നുമില്ല. കഴിക്കാൻ ഇഷ്ടമുള്ളപ്പോൾ താങ്കൾക്ക് കഴിക്കാം. ഓക്കെ, കൂടുതലായിട്ട് താങ്കൾക്ക് അതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ താങ്കൾ ദൈവവചനത്തിൽ കാണുന്നു സദൃശ്യവാക്യങ്ങൾ 19:3 മനുഷ്യന്റെ ഭോഷത്വം അവന്റെ വഴിയെ മറിച്ചു കളയുന്നു. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതെ ഇരിക്കുകയില്ല, ഭോഷ്ക്ക് വിശ്വസിക്കുന്നവർ ഒഴിഞ്ഞു പോവുകയുമില്ല. പിന്നെയും ദൈവജനത്തിൽ വേറെ യോഹന്നാന്റെ സുവിശേഷം 8:44 കാണുന്നു, പിശാചി ഭോഷ്ക്ക് പറയുന്നവനും അവന്റെ അപ്പനുമാകുന്നു. ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നുവെന്നാണ് എന്റെ ധാരണ. കുറച്ചുകൂടി വിശദമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. തിരുവചനത്തിൽ ഗലാത്യർ 5:22 ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ആത്മാവിന്റെ ഫലങ്ങൾ എല്ലാ ക്രിസ്ത്യാനികളും എക്കാലത്തും വെളിവാക്കേണ്ടതാണ്. നമ്മുടെ സഭയിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും ആത്മീയ വരങ്ങളെക്കാൾ പ്രാധാന്യം ആത്മീയ ഫലങ്ങൾക്കാണ്. ഒന്നാമത് സ്നേഹം, ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹം. മത്തായി 22:30-40 വരെ വാക്യങ്ങളിൽ നമുക്ക് ദൈവജനത്തിൽ കാണാൻ സാധിക്കും. രണ്ടാമത് സന്തോഷം. ആത്മസന്തോഷം കഷ്ടതയുടെയും പീഡനങ്ങളുടെയും നടുവിൽ നിലനിൽക്കുന്നതാണ്. ദൈവകൃപയിൽ വരുന്നതാണ് സന്തോഷം. ഫിലിപ്പിയർ 4:4 കാണാൻ സാധിക്കുന്നുണ്ട്. സമാധാനം. ആദ്യം ദൈവത്തോട് സമാധാനമാണ് വേണ്ടത്, ദൈവത്തോടുള്ള സമാധാനം. പിന്നെ ദൈവത്തോട് സമാധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ സഹോദരങ്ങളോട് സമാധാനം ഉണ്ടാവും. എഫേസ്യർ 4:3 കാണാൻ സാധിക്കുന്നു. അടുത്തതായിട്ട് ദീർഘക്ഷമ. പ്രതികൂലങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള സഹിഷ്ണുതയാണ് ദീർഘക്ഷമ. സഹോദരങ്ങളോട് സഹതാപവും മനസ്സരവുമാണ് ദീർഘക്ഷമ. എഫേസ്യർ 4:2 അതിൽ ദൈവവചനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തു ക്ഷമിച്ചതുപോലെ നമുക്ക് അന്യോന്യം ക്ഷമിക്കാം. 1 തിമോഥെയോസ് 1:16 കാണാൻ കഴിയുന്നു. ദയ, പരോപകാരം, വിശ്വസ്തത. ദയയുടെ അർത്ഥം കരുണയും ക്ഷമയും നിറഞ്ഞതാണ്. മത്തായി 18:21-22 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. പരോപകാരം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിനുള്ള അവസരം അന്വേഷിക്കുന്നതാണ്. വിശ്വസ്തത, വിശ്വാസവും നിഷ്കളങ്കതവും ഒരുമിച്ച് പോകുന്നതാണ് വിശ്വസ്തത. അടുത്തത് സൗമ്യം. നമ്മൾ പുറമെയുള്ള പ്രവർത്തനത്തിൽ മാത്രമല്ല നമ്മുടെ അകമയുള്ള ആത്മാവിനും സൗമ്യത ആവശ്യമാണ്. പിന്നെ കാണാം ഇന്ദ്രിയ ജയം എന്ന് വെച്ചാൽ ആത്മനിയന്ത്രണം. ജഡത്തിന്റെ മോഹം നിവർത്തിക്കാനുള്ള പരീക്ഷയെ ത്യജിക്കുന്നതാണ് ഇന്ദ്രിയ ജയം. ഗലാത്യർ 5:14 കാണാൻ സാധിക്കുന്നു. ആത്മാവിന്റെ ഫലം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. അത് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ പരിപൂർണരാക്കും. ഇത് സാധ്യമാകുന്നത് പ്രാർത്ഥനയിലൂടെ, തിരുവചന ധ്യാനത്തിലൂടെയുമാണ്. ആത്മഭക്തിയുടെ ചികിത്സയെക്കുറിച്ച് ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ താങ്കൾക്ക് ഞാൻ പറഞ്ഞു തന്നു എന്ന് കരുതുന്നു. കൂടുതൽ വിവരങ്ങൾ താങ്കൾക്ക് ആവശ്യമാണെങ്കിൽ തിരുവചനത്തിൽ എല്ലാം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ നന്ദിയുണ്ട് ഡോക്ടർ. ഇത്രയും കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ എന്നാൽ സിമ്പിളായി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഈ ആത്മാവിന്റെ ഫലങ്ങളൊക്കെ
പണ്ട് സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കാണാതെ പഠിച്ചിട്ടുമുണ്ട്, പല പ്രസംഗങ്ങളും പല ദേവദാസന്മാരിലൂടെ കേട്ടിട്ടുമുണ്ട്. പക്ഷെ അതിനെ അത്ര സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് എടുത്തില്ല. എന്നാൽ എപ്പോഴെങ്കിലും ഇത് കൂടുതലായിട്ടൊന്ന് അറിയുവാൻ സാധിച്ചല്ലോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആത്മാവിന്റെ ഫലങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ എന്നെയും അതുപോലെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇതുവരെയും ക്ഷമയോടെ വീക്ഷിച്ച എല്ലാവരെയും സർവ്വകൃപാലുവായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.